അതിനിടെ ഇസ്രായേൽ തടവിലുള്ള പലസ്തീൻ പോരാളി വാലിദ് തക്ക കൊല്ലപ്പെട്ടു. മധ്യസ്ഥ ചർച്ച അട്ടിമറിക്കാൻ ഇസ്രായേൽ തക്കയെ ജയിലിൽ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. സ്വാഭാവിക മരണം മാത്രമാണിതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കൈറോ ചർച്ചയ്ക്ക് തൊട്ടുമുമ്പായി തെക്കൻ ഗസയിൽ നിന്ന് കൂടുതൽ കരസേനയെ ഇസ്രായേൽ പിൻവലിച്ചിരുന്നു. 98-ാം ഡിവിഷന്റെ 3 ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത്. നിലവിൽ ഒരു ഡിവിഷൻ മാത്രമാണ് ഗസയിൽ അവശേഷിക്കുന്നത്. അടുത്ത ഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിന്മാറ്റമെന്നാണ് IDF നൽകുന്ന വിശദീകരണം. സഖ്യകക്ഷിയായ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണിതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. റഫേൽ കരയുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നോടി എന്ന നിലയ്ക്കും ഈ നീക്കത്തെ നോക്കിക്കാണുന്നവരുണ്ട്. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇറാനിൽ നിന്ന് ഏതു സമയവും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയിൽ ഏതൊരു സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കി.